വയനാട് മുണ്ടേരി VSൽ +1 വിദ്യാർത്ഥിക്ക് മർദ്ദനം. +2 വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയെ കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. റാഗിംഗ് ആണെന്നാണ് ആരോപണം. +2 ചെക്കന്മാർ പിടിച്ചടിച്ച അവിടുന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അങ്ങോട്ടും വാക്കുതർക്കവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ പറഞ്ഞ് അങ്ങോട്ട് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് സ്കൂളൊക്കെ വിട്ടപ്പോൾ അമ്മമാർ ഒരു 10-20 പേര് ഒരുമിച്ച് കൂടിയിട്ട് അടിച്ച് അവിടുന്ന് കല്ലൊക്കെ ആയിട്ട് തലക്കൊക്കെ അടിച്ച് തലയ്ക്ക് ഇപ്പോഴും നല്ല വേദന ഉണ്ട്. പിന്നെ മേലും കൈയൊക്കെ നല്ല വേദന. ടീച്ചേഴ്സ് സംസാരിച്ച് എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് കേസാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു വട്ടം വാണിംഗ് അവർക്ക് കൊടുത്തു. ഒരു വട്ടം ഇതുപോലെ റാഗിംഗ് ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഇവിടെ പള്ളിത്താഴുള്ള ചെക്കന്മാരൊക്കെ മുണ്ടേരി സ്കൂൾ പഠിക്കുന്നത്. കണ്ടറിയാം. അവരൊരു 10 പേര്. ആ ബാച്ച് ഫുൾ ഉണ്ടായിരുന്നു +2 സയൻസ് അല്ല കൊമേഴ്സ് ബാച്ച്. പ്രശ്നം ഈ ഷർട്ടിന്റെ കോളർ ബട്ട് ഇടാൻ പാടില്ല, കൈ ഫുൾ കൈ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. സ്കൂൾ തുറന്നപ്പോ തന്നെ ഉണ്ട്. ഞങ്ങള് ഫസ്റ്റ് ഇയേഴ്സ് പോകുന്ന സമയത്ത്. ഇല്ല, ഞാൻ ഒന്നും പറയാൻ പോയിട്ടൊന്നുമില്ല. എന്താ പ്രശ്നം എന്നോട് ചോദിച്ചോണ്ട് വന്നു. പിന്നെ ശരീരത്തൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ. വയനാട് മുണ്ടേരി VSലാണ് +1 വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. +2 വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. എന്തായാലും വിദ്യാർത്ഥിയെ കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. റാഗിംഗ് ആണെന്നുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത്. PV ജോഷില കൂടി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജോഷില, ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എപ്രകാരമാണ്? ഒപ്പം എന്തെങ്കിലും നടപടികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ടോ? ജോഷില, കേൾക്കാമോ? ആര്യ, ഇന്ന് വൈകുന്നേരമാണ് സംഭവം നടന്നിട്ടുള്ളത്. മുണ്ടേരി +1 വിദ്യാർത്ഥിയെ, മുണ്ടേരി VHCയിലെ +1 വിദ്യാർത്ഥിയാണ്. MGR കോഴ്സിന് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെയാണ് +2 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചിട്ടുള്ളത്. കുട്ടിയുടെ കണ്ണിനും തലക്കും വലിയ രീതിയിൽ തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട്. കുട്ടിയെ കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം അവിടെ പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ CT സ്കാൻ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കുട്ടിയെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. അവിടെ CT സ്കാൻ നടത്താൻ വേണ്ടി കുട്ടി നിൽക്കുകയാണ്. എന്തായാലും അതിനിടയിലാണ് ഞങ്ങൾക്ക് കുട്ടിയെ കാണാൻ സാധിച്ചത്. ആ വിദ്യാർത്ഥി പറഞ്ഞ കാര്യം, ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും +2 വിദ്യാർത്ഥികൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടതിന് ശേഷം വീണ്ടും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ കുട്ടിയെ ആ ക്ലാസ്സിലെ, അതായത് കോമേഴ്സ് ക്ലാസ്സിലെ, +2 കോമേഴ്സ് ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് കുട്ടി പറയുന്നത്. 10-20ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരൊക്കെ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമായിരുന്നു എന്നുള്ളത് കുട്ടിയെ കണ്ടാൽ തന്നെ നമുക്കറിയാം. അത്രയധികം വേദന സഹിച്ചുകൊണ്ടാണ് കുട്ടി ഞങ്ങളോടടക്കം സംസാരിച്ചത്. എന്തായാലും കുട്ടിയെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആര്യ. ശരി, PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.